സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് സർക്കാർ ഉഴലുമ്പോഴാണ് ഈ ധൂർത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കെ ഫോണും അതുപോലെ ഇന്ന് അഴിമതി ക്യാമറ കണ്ണുറക്കുകയാണ്. സാധാരണക്കാരന്റെ പോക്കറ്റിലേക്കാണ് അഴിമതി ക്യാമറ കണ്ണുറക്കുന്നത്. സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുകയാണ്. ഇവരെ അഴിമതി നടത്തിയ പണം ഇനി കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാം പോക്കറ്റിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഖജനാവിൽ നിന്ന് 1 രൂപയും ചെലവാക്കിയിട്ടില്ല. ഖജനാവിൽ നിന്ന് 1 രൂപയും ചെലവാക്കിയിട്ടില്ലെങ്കിൽ ഇനി ആരാണ് ഈ കമ്പനിക്കൊക്കെ പൈസ കൊടുക്കുന്നത്? 232 കോടി രൂപ എവിടെ നിന്ന് കൊടുക്കും? ആ പണം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ എല്ലാം പോക്കറ്റിലാണ് ഇരിക്കുന്നത്, അല്ലേ? 25,000 നോട്ടീസ് അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം. അപ്പൊ ക്രമക്കേട് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ 25,000 നോട്ടീസ് തീരുമാനിച്ചു. ക്രമക്കേട് 25,000 ഇല്ലെങ്കിൽ ഒരു ദിവസം റോഡിലെ ട്രാഫിക് നിയമങ്ങള് ലംഘിച്ചില്ലെങ്കിൽ, അത്രയും ലംഘിച്ചില്ല, 10,000 ലംഘിച്ചില്ലെങ്കിൽ അപ്പോഴും 25,000 പേർക്ക് നോട്ടീസ് അയക്കുക. അപ്പൊ നോട്ടീസ് അയക്കണതിന്റെ നമ്പർ തീരുമാനിച്ചു വെച്ചേക്കണം നേരത്തെ. മിനിമം ഇത്രയും നോട്ടീസ് അയക്കണമെന്ന്. അപ്പൊ നിങ്ങളും നോക്കിക്കോ, വണ്ടിയിലും ബൈക്കിലും കാറിലും ഒക്കെ പോകുമ്പോൾ നോക്കിക്കോ. നിങ്ങളൊക്കെ സൂക്ഷിച്ചോളണം. കാരണം നിങ്ങൾ പ്രമുഖന്മാരുടെ പട്ടികയിൽപ്പെട്ടതല്ല.